അമ്മേ ഇന്ന് നമുക്ക് ലോഹഗഡ് ഫോർട്ടിൽ പോയ ഒരു വ്ളോഗ് കണ്ടിട്ട് വന്നാലോ. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ സഹ്യാദ്രി മലനിരകളുടെ മടിത്തട്ടിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്ന ചരിത്ര സ്മാരകമാണ് ലോഹഗഡ് ഫോർട്ട്. അപ്പോൾ ലോഹഗഡ് എന്ന പേര് പറയുന്ന പോലെ ഇരുമ്പ് പോലെ ശക്തമായ കോട്ട, ഇതാണ് ലോഹഗഡിൻ്റെ മീനിങ്. അപ്പോൾ ഏകദേശം 34,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണിത്. ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു ഇവിടെ വരാനായിട്ട് മഴക്കാലത്താണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വെയിലായിപ്പോയി, എന്നാലും നല്ലതായിരുന്നു. മഴ സമയത്ത് വരുന്നെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ലാൻഡ് സ്ലൈഡ്. അപ്പോൾ സ്റ്റെപ്സിലൊന്നും കുറേ നേരം നിൽക്കാൻ പാടില്ല എന്നവിടെ കോഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. സോ കുറേ നേരം നിൽക്കാൻ പാടില്ല. ഇതിന് മുകളിലോട്ടാണെങ്കിൽ നല്ല കാറ്റായിരുന്നു, നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയുമില്ല. ഞാൻ ആദ്യമായിട്ട് കേരള, തമിഴ്നാട്, കർണാടക പുറമേ ഒരു ഫോർട്ട് കാണുന്നത്. ചളി ഇവിടെ നിന്നിട്ടായിരിക്കും ഒരു യുദ്ധം ചെയ്യുന്നത്. ഓടെ വേണ്ട, കല്യാണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അറിയും? അവര് ടെലിസ്കോപ്പ് വെച്ച് നോക്കും, എന്നിട്ട് അവര് തിരിച്ച് വേറൊരാൾ ടെലിസ്കോപ്പ് രാജാവേ അവരിങ്ങനെ കാണിക്കുന്നു. ഇനി ഇവിടേക്ക് എങ്ങനെ എത്താമെന്ന് പറഞ്ഞു തരട്ടെ. പൂനെയിൽ നിന്നും 65 കിലോമീറ്ററും മുംബൈയിൽ നിന്നും 100 കിലോമീറ്റേഴ്സും ആണ് ഇവിടേക്കുള്ള ദൂരം. ഇനി പൂനെയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പൂനെയിൽ നിന്ന് കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ ലോനാവാല വഴി വരാവുന്നതാണ്. മുംബൈയിൽ നിന്നാണെങ്കിലും മുംബൈ പൂനെ എക്സ്പ്രസ് വേ വഴി ലോനാവാലയിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രെക്കിംഗ് പോയിന്റിലിട്ട് എത്താവുന്നതാണ്. ഇനി ട്രെയിനിൽ വരാൻ ഓപ്ഷൻ ഉണ്ട്. മുംബൈ പൂനെ റൂട്ടിൽ മാൽവലി എന്ന ഒരു സ്റ്റേഷനുണ്ട്, അവിടെ ഇറങ്ങണം. അവിടെ നിന്ന് ഓട്ടോ അല്ലെങ്കിൽ ലോക്കൽ വാഹനം വഴി ട്രക്കിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ എത്താവുന്നതാണ്. അപ്പോൾ ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും എൻജോയ് ചെയ്യും ഇവിടുത്തെ ട്രക്കിംഗ്. വെയിലത്ത് നടന്ന് ചത്തു. വന്നേ ഓക്കെ, ഇതാണ് നമ്മൾ കയറി വന്നേ സഹ്യാദ്രി. ലോഹഗഡ് ഫോർട്ട് ഈസ് പൊസിഷൻഡ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ നമ്മൾ മെല്ലെ നടന്നു നീങ്ങുമ്പോൾ നീ നടക്കാനുണ്ടോ? അമ്മേ, വീട്ടിൽ ചെന്നോടനൊരു ഡീറ്റാൻ ചെയ്യണം. ചെന്നോടനെ തൊലി പൊളിച്ച് കളയേണ്ടി വരും. പക്ഷേ തൊലി പൊളിക്കുന്നതായിരിക്കും, കാര്യം പാമ്പിന്റെ ജന്മമാണ്. നമുക്ക് തേളിനും പാമ്പിനും കൂടെ ഒരുമിച്ച് ഇല്ലടാ, കൊറേ കാണുമായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചേക്കുന്ന സാധനമായിരിക്കും. ഇങ്ങോട്ട് വരുമ്പം ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞങ്ങളെപ്പോലെ തന്നെ സമ്മർ സീസണിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു സൺഗ്ലാസ് പിന്നെ ഒരു ക്യാപ്പ് എടുത്തിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വിവരം അറിയും, ഭയങ്കര വെയിലാണ് ഇതിന് മുകളിൽ. പിന്നെ മാത്രമല്ല വെള്ളം കയ്യിൽ കരുതുക ആവശ്യത്തിന്. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മാക്സിമം കവേർഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഭയങ്കര മഴയുള്ള സമയത്ത് വരാതിരിക്കുക, കാര്യം കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ എൻട്രി ഉണ്ടാവുമോ എന്നുള്ള കാര്യവും ഡൗട്ടാണ്. കാര്യം ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണ് എന്നൊക്കെ. വെള്ളം കുത്തിയൊലിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി എൻട്രി ഉണ്ടാവില്ല. ലൈറ്റ് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ആപ്റ്റ് ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് വരാൻ മാക്സിമം നോക്കുക. ഇതിന് മുകളിലോട്ടാണെങ്കിൽ നടക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതാണ് നോക്കേണ്ട മെയിൻ കാര്യങ്ങൾ.
പിന്നെ അസാധ്യ ഗ്രീനറിയാണ് കേട്ടോ. ഞാൻ മുംബൈയിലൊക്കെ ഇങ്ങനെയൊരു സ്ഥലമൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ലോണാവാല എന്ന് പറയുന്നൊരു റീജിയൻ ഞാൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന ആ ഒരു മുംബൈ ഉണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ച്വലി പോർട്ടിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഇത് കുറേ വലുതാ. This is too big. അമ്മേ. ശരിക്കും ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ വണ്ടടിച്ച് പരസ്പരം ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സർപ്രൈസിങ് അല്ലെങ്കിൽ ഭയങ്കര ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി ഏത് വഴിക്കാ കയറി വന്നേന്ന് മറന്നിരിക്കണോ. അപ്പോൾ ശരി, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമ്പലിയില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.